ഹല 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 വല്ല അസ്സലാമു അലൈക്കും. ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര തായിഫ് മക്ക റോഡിലൂടെയുള്ള ഒരു യാത്രയാണ്. തായിഫിൽ നിന്നും മക്കയിലേക്ക് പോകുമ്പോൾ അൽഹദ ചുരം വഴിയുള്ള യാത്രയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കാണുന്ന വ്യത്യസ്തമായ കാലാവസ്ഥകളും, ഇന്ന് പൊതുവെ തായിഫൊക്കെ മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം ചുരം എത്താൻ ഒരു 8-10 കിലോമീറ്റർ ബാക്കിയുള്ളൂ. അപ്പോൾ തന്നെ അവിടെ നല്ല കോടയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മഴ പെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മീക്കാത്ത് മസ്ജിദും കഴിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ യാത്രയിലാണ് നമ്മളിങ്ങനെ. അപ്പോൾ എല്ലാവരും നമ്മുടെ യാത്രയിൽ കൂടെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു യാത്ര, പ്രകൃതി ആസ്വദിച്ചുള്ളൊരു യാത്ര, അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ കാറിൻ്റെ മുകളിലേക്ക് ചില്ലിന്മേക്ക് ചെറിയ ചെറിയ മഴത്തുള്ളികൾ ഇങ്ങനെ ചാടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം നമ്മൾ അൽഹദ ചുരം എത്താൻ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കൊക്കെ അവിടെ ഭയങ്കര കൂരിട്ടായി വരുന്നുണ്ട്. അതുകൊണ്ടില്ലേ, ഇപ്പോൾ മഴ തുള്ളിയിടാൻ തുടങ്ങി. ജസ്റ്റ് ചാറ്റിൽ മഴയേ ഉള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ വീണ്ടും മഴ സ്ട്രോങ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചുരത്തുന്നതിന് മുമ്പ് മഴ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല മഴയാണ്, കോടയുണ്ട്, അടിയിലേക്കൊന്നും കാണുന്നില്ല. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. നല്ല മഴയും ആ കോടയിലൂടെ നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ചുരം 23 കിലോമീറ്റർ ഉണ്ട്. തായിഫ് ചുരം, തായിഫ് മക്ക ചുരം. ആ ചുരം നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത വാഹനങ്ങൾ, വലിയ തിരക്കൊന്നുമില്ല. ചെറിയ രീതിയിൽ വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല അത്യാവശ്യം നല്ല മഴയുണ്ട്. അല്ലെങ്കിലും ചുരത്തിൽ ഈ മഴയത്തുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബ് തന്നെയാണ്. അത് ആസ്വദിക്കുക തന്നെ വേണം. നല്ല രസമായിട്ട് നമ്മൾ ഒറ്റയ്ക്കുള്ള ഡ്രൈവ്. വാവ്, ഞാൻ അങ്ങനെ ആസ്വദിച്ച് പോകുന്നതാണ് കാണുന്നത്. ചുരത്തിനുള്ള ഡ്രൈവ് മാഷാ അല്ലാഹ്, അടിപൊളി. തണുപ്പുണ്ട്, നല്ല മഴയും കാര്യങ്ങളും. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. ഇത് വഴി പോയ ആളുകൾക്ക് അറിയാം മഴയത്തുള്ള യാത്ര. നല്ല പെരുമഴയൊക്കെ നല്ല ബുദ്ധിമുട്ടേക്ക്, കാരണം യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ചുരം ഇറങ്ങി അടിവാരത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാലും മഴ ഇപ്പോഴും ചാറ്റൽ മഴയുണ്ട്, വലിയ സ്ട്രോങ് അല്ല, ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുരത്തിൻ്റെ ഏകദേശം അടിയിലേക്ക് എത്തി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. നമ്മൾ അടുത്തത് നമുക്ക് മക്ക ചെക്ക് പോസ്റ്റാണ്. ആ ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിലുള്ള ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മഴ ഉണ്ട് കേട്ടോ. അന്ന് സൗദി അറേബ്യയിലെ പല ഭാഗത്തും അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട്. തായിഫിൽ നല്ല മഴയാണ്, മക്കത്ത് മഴ ഉണ്ടായിട്ടുണ്ട്, ജിദ്ദയിൽ മഴ ഉണ്ട് നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്.
തായിഫിലേക്ക് വീണ്ടും വൈകിട്ട് സമയം 4 മണിക്ക് ശേഷം ഉള്ള യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ചുരത്തിൻ്റെ മുകളിൽ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ചുരത്തിൽ ഇവിടെ ഒന്നും മഴയില്ല. അപ്പോൾ 4 മണി നമ്മൾ രാവിലെ 9-9:30 വീഡിയോ രാവിലത്തെ കണ്ടിട്ടുണ്ടായി ചുരം ഇറങ്ങുന്നത്. ഇപ്പോൾ വൈകിട്ട് 4-4:30 നമ്മൾ തിരിച്ചു പോകുന്നത്. നല്ല കാർമേഘം കാണാൻ മുകളിൽ, പക്ഷെ എന്നാലും മൊത്തം മലയൊക്കെ മുന്നിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് കോടല്ല, കാർമേഘം ഉണ്ടെന്നുള്ളൂ. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് വൈകിട്ട്. അങ്ങനെ വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ട് തന്നെ അടിപൊളി രംഗാട്ടോ. അതായത് ഈ മല, ഈ റോഡിലൂടെയുള്ള ഡ്രൈവിംഗ് കാണാൻ, ഡ്രൈവിംഗ് ആസ്വദിക്കുന്ന ആളുകൾക്ക് ഒരു വ്യത്യസ്ത അനുഭൂതിക്കാണ് ഇതിലൂടെയുള്ള യാത്ര. നമുക്ക് അടിച്ച് പൊളിച്ച് പോവാം. ഒരു 80-90 സ്പീഡിൽ ഇങ്ങനെ വണ്ടി പോകാണ്ടില്ല. അതിൽ നല്ല അത്യാവശ്യം നല്ല സ്പീഡിലാണ്. ഒരുപാട് വാഹനങ്ങൾ ഈ സമയത്തൊക്കെ കേട് നിന്ന് നമുക്ക് കാണാൻ കഴിയും. വിഞ്ചിലൂടെ ഏറ്റുകൊണ്ടാണ് മറ്റൊക്കെ. അങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ഏകദേശം ചുരം കഴിയോളം മഴയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചുരത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന രംഗമാണ്. വാവ്, ഫുൾ കോട. അത് വേറെ മൂട് തന്നെ. കണ്ടില്ലേ എന്താ കോട. ചുരത്തിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. നമ്മൾ രാവിലെ പോയപ്പോൾ നല്ല മഴയായിരുന്നു, പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ നല്ല കോടയും. മുന്നിലേക്ക് കാണുമ്പോൾ ഫുൾ വെള്ള കളറാണ്. നല്ല അടിപൊളി. അങ്ങനെ നമ്മളിങ്ങനെ ചുരം ഇറങ്ങി ഏകദേശം തായിഫിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തായിഫ് ടൗണിലേക്ക് എത്തുന്ന കവാടാണിത്. ഈ അണ്ടർഗ്രൗണ്ടിലൂടെ ഉള്ള യാത്ര, പിന്നെ നേരെ റൗണ്ട് അബൌട്ട് തായിഫിലെത്തി. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം. വാവ്, ശരി എന്നാൽ. അപ്പോൾ നോമ്പൊക്കെ നോറ്റ് ഉഷാറാവാം. ബൈ ബൈ, സീ യു, അസ്സലാമ.